ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് 3 ഗാഡ്ജറ്റ്സുമായിട്ടാണ്. പൊടിച്ചു നോക്കിയാലോ? അപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു മൈക്കാണ്, രണ്ടെന്ന് പറയുന്നത് ഇതെന്താ ഒരു സെൽഫി സ്റ്റിക്കാണ്, മൂന്നെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഹെഡ്സെറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കും കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് പിന്നെ ഉടനെ എപ്പോഴും ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്. കയ്യിൽ ഒരുപാട് പൈസ കുന്നുകൂടിയത് കൊണ്ടുള്ള അഹങ്കാരമൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോ ഒരു ഹോം ടൂർ ആയിരുന്നു. അപ്പോൾ ആ ഹോം ടൂറിന്റെ വീഡിയോയ്ക്കകത്ത് എനിക്ക് മാത്രമേ മൈക്കുള്ളൂ, ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കില്ലായിരുന്നു. ലൈക്ക് ഒരു ഇന്റർവ്യൂ പോലെ അല്ലായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിൽ പോയി കാണുക. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന വോയിസോ കാര്യങ്ങളോ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ സാധനം വാങ്ങിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച അതേ ബ്രാൻഡിന്റെ തന്നെയാണ്, അതിനൊരു കുഴപ്പമില്ല. ആ മൈക്ക് തന്നെയാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് 2 എണ്ണം ഉണ്ട്. അതിനൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ്, കുറച്ചുകൂടെ വില കൂടിയതാണ്, എല്ലാം കൊണ്ടും കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, നമ്മളിങ്ങനെ വിപിലിമ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സെൽഫി സ്റ്റിക്ക് ആണ്. സെൽഫി സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ട്രൈപോഡ്, പോടി, എന്ത് കുന്തം വേണേലും പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചത് ഒരു മിനിറ്റ് എൻ്റെ കവർ കാണിച്ചുതരാം. ഇവരുടെ കടയിൽ നിന്നാണ്. സ്പെൻസേഴ്സ് മൊബൈലിന്റെ ആക്സസറീസ്, കവറുകൾ, അങ്ങനെ എന്താ പറയുക, നമുക്ക് വേണ്ടുന്ന ഗാഡ്ജറ്റിന്റെ A to Z ഉള്ള ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ അവര് നമ്മുടെ മൗർ റോഡിലാണ് ഉള്ളത്. ആർട്ട് മാളിന്റെ തൊട്ടടുത്തായിട്ടാണ് അവരുടെ ഷോപ്പ് വരുന്നത്. ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാം ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയേക്കാൾ ചെറിയ വിലയിൽ സാധനം കിട്ടും. അതാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാനൊരു 500 രൂപ ഉദ്ദേശിച്ച് പോയാൽ അവിടെ ഒരു 450 രൂപയ്ക്ക് ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. അതാണ് അവിടുത്തെ സാധനം. ഓക്കെ, അവിടെ നമ്മുടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അജയ് എന്നാണ് പുള്ളിയുടെ പേര്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പുള്ളിയെ കണ്ടാലും മതി. ഓക്കെ, പുള്ളി നല്ല റേറ്റ് റെഡിയാക്കി തരും. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. അവിടെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1999 രൂപ തൊട്ട് മേപ്പോട്ട് വാങ്ങിക്കുന്നതിനനുസരിച്ച് ഓരോ ഗിഫ്റ്റുകളുണ്ട്. ഞാൻ എൻ്റെ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ ഈ മൈക്ക് വെച്ചേക്കുന്ന സ്റ്റാൻഡ്, പിന്നെ ഒരു റൗണ്ട് ലൈറ്റ്, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, ആ ഒരു സാധനം, പിന്നെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ മൈക്ക്, അങ്ങനെ ഈ മൈക്ക് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഈ സെൽഫി സ്റ്റിക്ക്, ഇതിന് ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം പഴയത് നമ്മൾ ആനയും അമ്പാരിയും വെച്ചിട്ട് അടിപൊളി സാധനമാണെന്നും പറഞ്ഞ് വാങ്ങിച്ചൊരു സാധനമായിരുന്നു. അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഐറ്റം നമ്മുടെ മൈക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ? ഓക്കെ, ഇതാണ് സാധനം. ഇങ്ങനെ ഒരു ബാഗിനകത്താണ് വരുന്നത്. ഓൾറെഡി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇപ്പൊ തന്നെ ഫസ്റ്റ് അല്ല പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ, കീപ്പ് ചെയ്യാനൊക്കെ വളരെ അടിപൊളിയാണ്. ഇങ്ങനെയാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഗൈഡോ അതൊക്കെ. അത് നമ്മുടെ ഫോണിലൊന്നും അത് ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഈ കാണുന്ന പോലെ 2 എണ്ണമാണ്, 2 മൈക്കും ഒരു റിസീവറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഞാൻ എന്താണ് റിസീവർ, എന്താണ് മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാൽ മതി. ഇതേ പ്ലെയിൻ ലിസ്റ്റിനകത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, ആ ലിസ്റ്റ് ഞാൻ മേളിൽ കൊടുത്തേക്കാം. അതേ മൈക്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഞാനും ചുറ്റും കൂടെ ആയിരിക്കും എപ്പോഴും എവിടെയെങ്കിലൊക്കെ പോകുക. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് 2 മൈക്കില്ലെന്നുണ്ടെങ്കിൽ അവള് പറയുന്നത് എന്താണെന്നുള്ള കാര്യം കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാറ്ററി ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം 10 to 12 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി ചാർജ് കിട്ടുക. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള രണ്ടാമത്തെ കാര്യം. ഓക്കെ, മൈക്കിന്റെ ക്വാളിറ്റി ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ വരും. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടോളൂ ഈ മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ടെസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ, അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ പഴയ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത സാധനം കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മൈക്കിനെ പറ്റി അത്രയും ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അതേ കമ്പനി തന്നെയാണ്, അതിനകത്തെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിലുണ്ട്. കാരണം ഇത് അത്രയും വില കൂടിയ ഒരു ഐറ്റമാണ്. മറ്റേത് ഈ പറഞ്ഞ പോലെ ഒരു
1000-നുള്ളിൽ വരുന്നൊരു സാധനമാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് 7900 ആ റേഞ്ച് എന്തോ വരുന്നുള്ളൂ. അതിന് ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, അത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ യൂസിനനുസരിച്ച് മാറി മാറി വരും. അന്ന് ഞാനത് എടുത്തത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, അത് അന്നത്തെ നമ്മുടെ റിവ്യൂ പറയുന്നതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സാധനത്തിലേക്ക് പോകാം. ഇതാണ്, ഇതൊരു സെൽഫി സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റും. കുറച്ചുകൂടെ ഹാർഡാണ്, കുറച്ചുകൂടെ മറ്റേതെന്ന് പറയുന്നത് ഇച്ചിരി സോഫ്റ്റ് സാധനമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ കാഴ്ചയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആദ്യത്തെ ഇതിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഇതിന്റെ ഫുൾ റിവ്യൂ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. അത് വീഡിയോ ആയിട്ടല്ല, ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പറയാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നോർമൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഫോണിനെ സംബന്ധിച്ച് എൻ്റെ ഫോണ് ഇച്ചിരി ഹാർഡാണ്. അത്യാവശ്യം വലിയ സ്ക്രീനും ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ. വെയിറ്റ് കൂടിയൊരു ഫോണൊന്നും അത്രയും വലിയൊരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ ഉള്ള ഒരു ഫോൺ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ആ ഫോണ് ഈ ഫോൺ അപ്പോൾ ഇതിലിരിക്കുമ്പോൾ ഇതിന് ചെറിയ രീതിയിലൊരു ഷെയ്ക്ക്നെസ് ഉണ്ട്, ഒരു ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തും ആ ഷെയ്ക്ക്നെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ സ്ക്രീനിലും അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈക്കിന്റെ റിസീവർ, പഴയ റിസീവർ എന്ന് പറയുന്നത് ഫോണിൽ തന്നെ കുത്തുന്നതാണ്. അതാണ് ഇപ്പം ഞാൻ കുത്തിയിട്ടുള്ളത്. ഇതിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്. ഇത് നമുക്ക് ഫോണിൽ കുത്താൻ പറ്റത്തില്ല. ഇത് വയർഡാണ്. വയർ കുത്തുകയായി ചെയ്യുക. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് സെൽഫി സ്റ്റിക്കിൽ തന്നെ ഒരു ഏരിയ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ആയിപ്പോൾ. ആ ഒരു പ്രശ്നം ഒഴിവാക്കണം. പിന്നെ കുറച്ചുകൂടെ ഹാർഡായി, ഞാൻ പറഞ്ഞില്ല, ഫോൺ ഇത്രയും ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉടനെ ഫോണൊന്നും മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. ഇത് ഞാൻ സ്പെൻസർ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഇത് കാണുമ്പോൾ ഇതിൽ എവിടെ ഫോൺ വെക്കും എന്ന് വിചാരിക്കണ്ട. അതിന് വേണ്ടിയിട്ട് തന്നെ മറ്റൊരു സാധനം കൊടുത്തു തന്നിട്ടുണ്ട്. ഇത് ഓക്കെ, ഇതിന്റെ ഇവിടെയാണ് നമ്മുടെ മൈക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മൈക്കിന്റെ റിസീവർ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെയും നമുക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം ഇതിലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ, ഇത് ഇങ്ങോട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ബാക്ക് സൈഡിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റബിൾ ആണ്, ഇതിങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഈ പറയുന്ന പോലെ എമൗണ്ട് കൂടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഉപയോഗിക്കുന്ന രീതിയൊക്കെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മൈക്കിന്റെ ട്രാൻസിറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതിന്റെ മുകളിലൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതിലേക്ക് കയറ്റി വെച്ചാൽ മതി, ഇതല്ലേ. അപ്പോൾ റിസീവർ അവിടെ റെഡിയായി. ഫോൺ ഇതിനുള്ളിൽ ഈ ഫോൺ തന്നിട്ട് കാണിക്കാം. ഇതെൻ്റെ പഴയ ഫോണാട്ടോ, പഴയ ഫോണല്ല, എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോൺ. ഇങ്ങനെ ഇതിലും വെക്കാൻ പറ്റും, കണ്ടില്ല. അപ്പോൾ റിസീവർ ഇവിടെ ഇരിക്കും. റിസീവറിൽ നിന്നും ഒരു കണക്ഷൻ ഉണ്ട്. ആ കേബിൾ എടുത്ത് ഇങ്ങനെ കുത്തിയാൽ മതി. അത് റിസീവർ നമുക്ക് ഫോൺ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അതുപോലെ ഇത് റൊട്ടേറ്റബിൾ ആണ്. ഇത് നമുക്കിതാ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും. എല്ലാം 360 എന്ന് പറയാൻ പറ്റുമോ? പറ്റും, 360 എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു വള്ളിയുണ്ട്, അതിങ്ങനെ കയ്യിൽ കയറ്റിയിട്ട് പിടിക്കാൻ പറ്റും നമുക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് സ്റ്റാൻഡുണ്ട്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡാണ്. ഇത് ഇവിടെ നിന്ന് തിരിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താപ്പോട്ട് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റാൻഡായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഒന്നത്. പിന്നെ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. താഴത്തേതായി ഇത് എടുത്തു കളഞ്ഞാൽ മതി. അങ്ങനെ ഇത് മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് നീളം കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഇത് താപ്പോട്ടാക്കുക, ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള സാധനം ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വീണ്ടും നീളും. എന്നിട്ട് ഇത് വീണ്ടും ടൈറ്റാക്കി കൊടുക്കുക. അല്ലേ, അത്യാവശ്യം ഇത്രയും നീളം നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കണ്ടുകൊണ്ട് ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റും ആണ്, വലിയ വെയിറ്റും തോന്നിക്കുന്നില്ല.
ഫോൺ സുരക്ഷിതമായിട്ടിരിക്കും. എൻ്റെ ഫോൺ എന്തായാലും ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇതും കൂടെ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഫോണുകളാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഫോണുകൾ, ചെറിയ ഫോണുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതാണ്. ചെറിയ ഫോണാന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റയോണിൻ്റെ ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്പെൻസേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ക്രിസ്മസ് ഓഫർ നടക്കുകയാണ്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇന്നിപ്പോൾ തീർന്നു, നാളെയും കൂടെ. ഇന്നിപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓഫർ ഉണ്ട് നിലവിൽ. എന്തായാലും 2-3 ദിവസം കൂടെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നറുക്കെടുപ്പുണ്ട്. അതിൽ കൂപ്പൺ എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ JBL സൗണ്ട് ബാർ, അങ്ങനെ JBL അല്ല ബോട്ടിൻ്റെ സൗണ്ട് ബാർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒന്ന് നിങ്ങൾ കോഴിക്കോടുള്ളവരാണ് എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആ വഴി കയറിക്കും, ഗുണമുണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് അവിടെ നിന്ന് ഫ്രീ കിട്ടിയതാണ്. ഇത് പിന്നെ പൊട്ടിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരു നെക്ക് ബാൻഡാണ്. എനിക്ക് നെക്ക് ബാൻഡ് അല്ല, ബാഗോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഇച്ചിരിയുടെ കൂടിയ സാധനങ്ങൾ എടുക്കാനുള്ള വക വാങ്ങിയിരുന്നു അവിടെ നിന്ന്. 4000 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതായിരുന്നു ആവശ്യം, ഓഫീസിലേക്ക് ഫോൺ വിളിക്കാനും ഒക്കെ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോയി, അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതാക്കിയത്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിന് ഈ പറഞ്ഞാൽ 22 മണിക്കൂർ ബാറ്ററി ലൈഫ് ഒക്കെ പറയുന്നുണ്ട്. മൈക്കൊക്കെ ഉണ്ട്, നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.